ലോങ് വീഡിയോ ആയിട്ട് ഇപ്പോഴാണ് കുറേ നാൾക്ക് ശേഷം ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ അജ്രക്ക് കൊണ്ടിട്ട് ഒരു ക്രോപ്പ് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ക്രോപ്പ് ടോപ്പ് അത് നമ്മുടെ ജീൻസിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ആ ഒരു ആര്യക്കട്ട് മോഡൽ ഒരു ഡ്രസ്സാണ്. പിന്നെ അതിൻ്റെ ബാക്കി പോർഷൻ ഒരു 3.5 മീറ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ബാക്കി പോർഷൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വേറൊരു സെക്കൻഡ് പാർട്ടായിട്ട് വേറൊരു ടോപ്പ് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്രോപ്പ് ടോപ്പ് മാത്രമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ലൈനിങ് ക്ലോത്താണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നെക്ക് ഒരു വിഡ്ത്ത് ഞാനൊരു 3 എടുത്തിട്ടുള്ളത്. ഷോൾഡർ വിഡ്ത്ത് 3 എടുത്തിട്ടുണ്ട്. നെക്ക് ലെങ്തായിട്ട് 7 ആണ് എടുത്തിട്ടുള്ളത്. 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത് വീനൊക്കെ കൊടുത്തിട്ടാണ്. അപ്പോൾ ആദ്യം ലൈനിങ് പോർഷൻ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ ഒരു ലൈനിങ് പോർഷൻ മെയിൻ ക്ലോത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് അതേ ഒരു സെയിം അളവിൽ കട്ട് ചെയ്ത് മാറ്റിയാണ് ചെയ്തിട്ടുള്ളത്. അതേ ലെങ്തിന്. പക്ഷേ ലൈനിങ് ഒരു ലെങ്ത് കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് ബാക്ക് പോർഷനാണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കട്ടിങ് കൊടുത്ത് മാറ്റിയിരിക്കുന്നത്. ഇന്ന് ഫ്രണ്ട് പോർഷൻ ആലിയ കട്ടിൽ. അപ്പോൾ ആലിയക്കട്ടിൻ്റെ ഒരു ഇഞ്ചസ് ഞാൻ എടുത്തേക്കുന്നത് എൻ്റെ ഒരു അളവിലാണ്. അപ്പോൾ ആലിയക്കട്ടിൻ്റെ ആ ഒരു എൻഡിങ് ഇവിടെ 11 ഇഞ്ചും ലാസ്റ്റ് ആ ഒരു നമ്മുടെ സൈഡ് അടിക്കുന്ന ആ ഒരു ഭാഗത്തൊരു 14 ആ ഒരു ഇഞ്ചോളം ലെങ്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ചരിച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ആ ഒരു അളവിന്, അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോഴത്തേക്കും ഒരു അളവെടുത്ത് ആ ഒരു ജസ്റ്റിന് താഴെയുള്ള അളവ് എടുത്ത് ഒരു സൈഡ് പോർഷൻ എത്ര ആ ഒരു ആലിയക്കട്ട് വെട്ടുമ്പോൾ എത്ര അളവാണ് വേണ്ടിയത് ആ ഒരു അളവിൽ തന്നെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ അതിനുശേഷം ഞാൻ സ്ലീവാണ് കട്ട് ചെയ്തത്. സ്ലീവ് നമ്മുടെ പഫ് സ്ലീവാണ് കൊടുത്തിട്ട് എന്നിട്ട് കുറച്ച് ലെങ്തായിട്ട് താഴെ കുറച്ച് നമുക്ക് പ്ലേറ്റഡ് ആയിട്ട് ഇടണം. അപ്പോൾ അതിനുള്ള വീതിയും കൂടെ കൊടുത്തിട്ടാണ് ചെയ്തെടുത്തത്. കട്ടിങ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു ആലിയക്കട്ടിനും അതുപോലെ ബാക്ക് പോർഷൻ നമുക്ക് സെപ്പറേറ്റ് ആണല്ലോ. അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുറേ പ്ലീറ്റ് നമുക്ക് കൊടുക്കണം. ഫ്രണ്ട് പോർഷൻ പ്ലീറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ജസ്റ്റ് പോർഷൻ്റെ താഴെയായിട്ട് പ്ലീറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വേറൊരു പീസൊക്കെ വെച്ച് ഞാൻ സൈഡിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീതി കുറവായതുകൊണ്ട് വേറെ പീസ് വെച്ച് അടിച്ച് ചേർത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഈ ഒരു ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ എല്ലാം മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റുകയാണ് ആദ്യം ചെയ്തത്. അതിനുശേഷമാണ് ലൈനിങ് ക്ലോത്ത് എടുത്ത് വെച്ചിട്ട് ഒരു നെക്ക് പോർഷൻ മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുക്കുന്നത്. മീനൊക്കെ ആയതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു അടിച്ചു കൊടുക്കാനൊക്കെ. തിരിച്ച് മറിച്ച് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഷോൾഡർ ജോയിനാണ്. അപ്പോൾ ഈ ഒരു ഷോൾഡർ ജോയിൻ നമ്മുടെ സാധാ ജോയിൻ ചെയ്യും പോലെയല്ല. അതിൽ ഇങ്ങനെ മെയിൻ ക്ലോത്തിൻ്റെ 2 മെയിൻ ക്ലോത്തും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആ ഒരു തിരിച്ചെടുത്ത് ആ ഒരു ലൈനിങ് ക്ലോത്ത് മാത്രം എടുത്ത് വേർപെടുത്തിട്ട് അങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഒരുമിച്ച് വെച്ച് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു രീതിക്ക് ചെയ്യുന്ന നല്ല ഫിനിഷിങ്ങിന് തന്നെ നമുക്ക് ഷോൾഡറൊക്കെ ചെയ്തെടുക്കാൻ കിട്ടുന്നത്. കണ്ടോ, ഇത്രയും നല്ല ഫിനിഷിങ് തന്നെ ഷോൾഡർ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം ഞാൻ സ്ലീവ് ഒന്ന് ആ പഫ് സ്ലീവിന് വേണ്ടിയിട്ടുള്ള ഒരു ചുരുക്ക് ഒരു പ്ലേറ്റ് ഇട്ട് കൊടുത്തു. താഴെ ഈ ഒരു പ്ലേറ്റ് വന്നിട്ട് താഴെ മൊത്തത്തിൽ ഒരു പീസ് വെച്ച് അടിച്ച് തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഈ ഒരു ഇതേപോലെ ഒരു 2-3 ഇഞ്ച് വീതിക്കുള്ളൊരു ക്ലോത്ത് എടുത്തിട്ട് അതിനെ തിരിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ ഒരു സ്ലീവ് നമ്മുടെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്ലീവ് ഷോൾഡർ ഇതിൽ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇതോടെ ഏകദേശം നമ്മുടെ ആ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ ഫൈനലായിട്ടുണ്ട്. മൊത്തം ജോയിൻ ചെയ്ത് സൈഡ് അടിച്ചെടുത്തു. ഇനി ഞാൻ ഇട്ടതിന് ശേഷമുള്ള ഒരു ലുക്ക് നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഫ്രണ്ട് പോർഷൻ ആലിയക്കട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സ്ലീവ് ഇതേ ഡിസൈനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.